നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെയൊക്കെ പവലിയനും കാര്യങ്ങളൊക്കെയാണ് ഇത് ഈ കാണുന്നത്. അതുപോലെ ഇവിടെ മൊത്തം ഹൗസ് ബോട്ടുകളുടെ കലവറയാണ്. ഏകദേശം പുന്നമട കായലിനടുത്താണ്, പുന്നമടയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ 60 രൂപ കൊടുത്ത് നമ്മൾ ഈ ഒരു ടിക്കറ്റ് എടുത്താനുള്ള ഗുണമെന്ന് പറയുന്നത്, ഇത് കൈനകരിയിലേക്കാണ് ഈ ബോട്ട് പോകുന്നത്, സീ കുട്ടനാട് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒരു വശത്തേക്ക് പോകുന്ന റൂട്ടിൽ കൂടിയല്ല നമ്മൾ തിരിച്ചു വരുന്നത്. അതായത് 2 റൂട്ടിൽ 2 എക്സ്പീരിയൻസ്, 2 വഴികളിലെ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു വെറും 60 രൂപ കൊടുത്ത് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് കണ്ട് ഇവിടെയൊക്കെ വലിയ റിസോർട്ടുകളും എല്ലാം ഉണ്ട്, ഹൗസ് ബോട്ടുകളുണ്ട്. ഇന്ന് ഏകദേശം ഒരു 7 ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരു മൃഗാശുപത്രി പോകുന്നു നോക്കിയേ, സഞ്ചരിക്കുന്ന മൃഗാശുപത്രി. എനിക്ക് തോന്നുന്നു ഈ ഓരോ ദ്വീപുകളിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർക്ക് അവിടെയുള്ള മൃഗങ്ങളുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ഇതൊരു വേറൊരു വൈബാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വെറും 60 രൂപ. ഞാനത് എടുത്തെടുത്ത് പറയണം, കാരണം മറ്റ് ഹൗസ് ബോട്ടുകളിലെ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ സർക്കാരിൻ്റെ തന്നെ പല ബോട്ടുകളുണ്ട്, അതിനൊക്കെ കൊടുക്കുന്ന പൈസ വെച്ച് നമ്മൾ നോക്കുമ്പോൾ 400-ഉം 600-ഉം രൂപയ്ക്ക് വേഗ അതുപോലുള്ള ബോട്ടുകളുണ്ട്. അതുകൂടാതെ മറ്റ് നമ്മൾ പ്രൈവറ്റ് ബോട്ടുകൾ എടുത്താൽ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഈ വെറും 60 രൂപ കൊടുത്ത് ഇതിൻ്റെ മുകളിൽ, ഈ ബോട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടുള്ള ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. ആലപ്പുഴക്കാരായ എനിക്ക് ഇതിൻ്റെ ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ, മറ്റു ജില്ലകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെയുള്ള ആൾക്കാരുടെ അവർക്ക് കിട്ടുന്ന ഒരു സുഖമെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നമ്മൾ പറയുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. ഈ സ്ഥലം കണ്ടത്, ഇവിടെ നമ്മളൊരു ഈ കുരിശടിയും ആ ഒരു പാലമൊക്കെ ഇവിടെ വെച്ച് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പുന്നമട എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമ്മളവിടെ കാണിച്ചിട്ടുള്ളതാണ്. ഇതുകൊണ്ട് അങ്ങ് അകലെ ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകളാണ് കിടക്കുന്നത്. 1-2 ഇങ്ങനെ ഒരു സൈഡ് എടുക്കുമ്പം തന്നെ അതിൽ ഇങ്ങനെ ഇത് കണ്ട 5-6 ബോട്ടുകൾ അടുക്കിയടിക്കുകയാണ്, വള്ളങ്ങൾ അടുക്കിയടിക്കുകയാണ് ഇട്ടിരിക്കുന്നത്. പല ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി ഹൗസ് ബോട്ടുകളുണ്ട്.